താങ്കൾ ഇപ്പം ഒരു കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കാലഘട്ടം മാറി നമുക്കെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരുതി കാറാണ്, അത് 4-5 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിത നിലവാരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നു. പിന്നെ നമുക്ക് അടുത്ത ഒരു റേഞ്ചിലോട്ട് മാറണം. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച ഒരു 15 ലക്ഷം രൂപയെങ്കിലും ആകും. അതിനുള്ള ഫണ്ട് ഇപ്പം നമ്മുടെ കയ്യിലില്ല. ഈ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനെ കൂടിയ 3-4 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. ബാക്കി നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആഗ്രഹം തീവ്രമാകുകയാണ്. ആഗ്രഹം തീവ്രമായി നമ്മുടെ ഉള്ളിൽ ആ ഡിസയർ ശക്തമാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എങ്ങനെയെങ്കിലും മേടിക്കണം. അതിൻ്റെ കളർ നമ്മൾ മോഡൽ സെറ്റ് ചെയ്തു, അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന യാത്ര ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഷോറൂമിലൊക്കെ ഒന്ന് എത്തി നോക്കും. ചിലപ്പോൾ അവിടെ കയറും, അതിൻ്റെ വിലയൊക്കെ ചോദിക്കും, ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തും, അതിൻ്റെ ബ്രോഷറൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കും. നിങ്ങളുടെ മനസ്സിൽ തീവ്രമായിട്ട് ഇത് തന്നെയാണെങ്കിൽ പിന്നീട് നമ്മൾ റോഡിലോട്ട് പോകുമ്പോൾ കാണുന്ന അതേ കളറിൽ അതേ മോഡലിൽ വണ്ടിയായിരിക്കും. അപ്പം അകത്ത് പിടിച്ചു എന്നുള്ളതാണ്. ഏതായാലും കൊള്ള ഈ സ്വപ്നം നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാർ പോർച്ചിൽ ആ വണ്ടി വന്നിരിക്കും. ഇത് ലോജിക്കാണ്. പക്ഷേ എന്തും മാനിഫെസ്റ്റ് ചെയ്തു, മാക്സിമം ട്രെയിൻ ചെയ്തു എന്ന് പറയുമ്പം ഈ വ്യക്തി ഈ സന്ദർഭത്തിൽ ആലോചിക്കുകയാണ്, അതൊരു ബെൻസ് ആയിക്കോട്ടെ, ഒരു ഓഡി ആയിക്കോട്ടെ, ആഗ്രഹിച്ചാൽ മതിയല്ലോ. ആഗ്രഹത്തിന് ലിമിറ്റ് ഒന്നും വെക്കണ്ടെന്ന മോട്ടിവേഷൻ കാര്യം പറയാം. പക്ഷെ അതേ പറയാം, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കും, ലോജിക് ആയിരിക്കും.